അങ്ങനെ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ദില്ലി പോലീസ്. റോഡ് തടസ്സപ്പെടുത്തിയതിന് തെരുവ് കച്ചവടക്കാരനെതിരെയാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 285 വകുപ്പ് പ്രകാരമാണ് കേസ്. രാത്രിയിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘമാണ് തെരുവ് കച്ചവടക്കാരൻ കുപ്പിവെള്ളവും പുകയില ഉൽപ്പന്നങ്ങളും വിൽക്കുന്നതായി കണ്ടത്. കച്ചവടക്കാരന്റെ താൽക്കാലിക സ്റ്റാൾ റോഡ് തടസ്സമുണ്ടാക്കും എന്നതിനാൽ അത് നീക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ ആവർത്തിച്ച് വഴങ്ങാത്തതിനെ തുടർന്നാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ബീഹാർ സ്വദേശി പങ്കജ് കുമാറാണ് രാജ്യത്തെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലെ പ്രതി. പ്രധാന റോഡിന് സമീപം വണ്ടിയിൽ നിന്ന് പുകയിലയും വെള്ളവും പങ്കജ് കുമാർ വിൽക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി എഫ്ഐആറിൽ പറയുന്നു. പ്രദേശത്ത് പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് ഇയാളോട് വണ്ടി മാറ്റാൻ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോലീസിന്റെ ആവശ്യം ചെവിക്കൊള്ളാതെ പങ്കജ് കുമാർ വിൽപ്പന തുടരുകയായിരുന്നു. ഞായറാഴ്ച അർദ്ധരാത്രി മുതലാണ് ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത്. ഇതോടെ 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അഥവാ IPC ചരിത്രമായി. ഒപ്പം ക്രിമിനൽ നടപടിക്രമം CRPC, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയും അസാധുവായി. IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത, CRPCക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷി അധിനിയം എന്നിവയാണ് രാജ്യത്ത് നിലവിൽ വന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 12-നാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത്. അപാകതകൾ പരിഹരിച്ച് ഡിസംബർ 13 അവതരിപ്പിച്ചു. ഡിസംബർ 25-ന് രാഷ്ട്രപതി അംഗീകാരം നൽകി. ഇന്നു മുതലാണ് രാജ്യത്ത് പുതിയ നിയമങ്ങൾ നിലവിൽ വന്നത്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയം എന്നിവ നിലവിൽ വരുമ്പോൾ IPC, CRPC എന്നിവ ചരിത്രമാവുകയാണ്. ഇന്ത്യൻ പീനൽ കോഡിന് പകരമാണ് കുറ്റവും ശിക്ഷയും നിർവചിക്കുന്ന ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ് പുതിയ ക്രിമിനൽ നടപടിക്രമം. ഭാരതീയ സാക്ഷി അധിനിയാണ് ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം നിലവിൽ വന്ന നിയമം. ഇന്ത്യൻ പീനൽ കോഡിന് പകരം വരുന്ന ഭാരതീയ ന്യായ സംഹിതയിൽ ആകെ 358 വകുപ്പുകളാണ് ഉള്ളത്. സംഘടിത കുറ്റകൃത്യങ്ങളും തീവ്രവാദത്തിനും നിർവചനം നൽകുന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. കുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്താൽ ക്രിമിനൽ നിയമം അനുസരിച്ച് വധശിക്ഷ വരെ ലഭിക്കാം. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുന്നത് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ക്രിമിനൽ കുറ്റമാകും. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അഥവാ BNSS ആണ് ക്രിമിനൽ കേസുകളിലെ നടപടിക്രമം സംബന്ധിച്ച പുതിയ നിയമം. കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യുന്നതും അന്വേഷണവും മുതൽ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ നടപ്പാക്കുന്നതുവരെയുള്ള നടപടിക്രമങ്ങൾ നിർവചിച്ചിട്ടുണ്ട്. കുറ്റകൃത്യം സംഭവിച്ച പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല ഏത് പോലീസ് സ്റ്റേഷനിലും അധികാരപരിധിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാം. പരാതി ഓൺലൈനായും നൽകാം. ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമാണ് ഭാരതീയ സാക്ഷി അധിനിയം. ഡിജിറ്റൽ രേഖകളും ഡോക്യുമെന്റ് എന്ന നിർവചനത്തിൽപ്പെടും. ഇലക്ട്രോണിക് രൂപത്തിൽ ലഭിച്ച സാക്ഷിമൊഴികളും തെളിവായി പരിഗണിക്കും. തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ ഭാരതീയ സാക്ഷി അധിനിയം കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.